ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് കിഴിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫാണ്. അപ്പത്തിനും പൊറോട്ടയ്ക്കും എന്തിനു വേണമെങ്കിലും, എന്താ പറയുക, പത്തിരിക്ക, റൈസിന്, ഏതിന് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണത്. അതായത് ഞാൻ വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് നന്നായി കഴുകി എടുത്തിട്ട് അതിലേക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് 2.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ബീഫിന് ആവശ്യമുള്ള ഉപ്പിടാം. പിന്നെ മീറ്റ് മസാലയാണ്, അത് 1 ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടി കൈവച്ച് നന്നായി കുഴച്ചെടുക്കുക. നന്നായി മസാല എല്ലായിടക്കും എത്തുന്ന രീതിയിൽ കുഴക്കയിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 2 ചെറിയ സവാള 2 ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി തേച്ച് നന്നായി ഒന്ന് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു ½ ആൻ അവറെങ്കിലും നമ്മളിതൊന്ന് വെക്കുക കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് കുക്കറിലിട്ട്, അപ്പം ഞാൻ ഈ സവാളയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ വേറെ വെള്ളമൊന്നും ഞാനിതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഉള്ളിയുടെ തന്നെ വെള്ളം വരും. അപ്പോൾ ഒരു 4-5 വിസിലടിച്ച് ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി 1 കപ്പ് 2ആയി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി മുറിക്കണ്ട, ഓരോ ഉള്ളി 2ആയി കട്ട് ചെയ്തെടുത്താൽ മതി. അത് തൊട്ടൊന്ന് ചെറുതായി ഒന്ന് വഴറ്റാം. അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, അതും ഇതുപോലെ 2ആയി കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റാം. ഇത് വല്ലാണ്ട് വഴന്ന് വരുമൊന്നും വേണ്ട. പിന്നെ ഒരു 3/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തതാണ്, അതും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് റോസ് സ്മെല്ല് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്ത്, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള അത്ര അനുസരിച്ച് ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റാം. പിന്നെ വേണ്ടത് കുറച്ച് വേപ്പില, എന്നുവെച്ചാൽ ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ അധികം ചെറുതായി ഒന്ന് വഴന്നാൽ മതി. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ബീഫിൻ്റെ മസാല കൂടി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരുവോളം നമുക്കത് വഴറ്റിയെടുക്കാം. നമ്മൾ പിന്നെ ഇതിൽ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഓൾറെഡി മറ്റേ ബീഫ് വെച്ചപ്പോൾ നമ്മളെല്ലാ മസാലകളും ചേർത്തുകൊണ്ട് ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നത് വെച്ചാൽ ബീഫിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 5 വിസിലടിച്ചാണ് ഇത് വേവിച്ചത്. അത് നിങ്ങൾ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ഈ മസാല എല്ലാം കൂടി നല്ലൊരു തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട്. ഇപ്പോൾ വാഴയിലയിൽ കിഴിയാക്കിയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ വാഴയില കിട്ടാത്തവർക്ക് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ചെറിയ തീയിലിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഒന്ന് എടുത്താൽ മതിയാവും. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതും നോക്കുക, നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എന്താ വെച്ചാൽ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുള്ളതാണ്. അപ്പം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. ഇത്തിരി എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് അത്യാവശ്യത്തിനുണ്ടാവും ഇതിന്. അപ്പോൾ ഞാനൊരു വാഴല അങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഇപ്പോൾ വാഴയിലൊന്നും കിട്ടാത്തവർക്ക് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ ഞാൻ വാഴയിലയിലിട്ട്, അപ്പോൾ വാഴയിലയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരും. ആ വാഴയിലയിലിട്ടൊന്ന് കിഴി പോലെ കെട്ടിയിട്ട് എടുക്കുന്നുണ്ട്. കിഴി പോലെ കെട്ടി എടുത്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമ്മളൊന്ന് വേവിക്കുന്നുണ്ട്, ഒന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പാനിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിക്കണം. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇല പെട്ടെന്ന് കരിഞ്ഞു പോവും, അതിൻ്റെ ചൂട് തട്ടിയിട്ട് കരിയും. അപ്പോൾ ഇതാകുമ്പോൾ നമ്മളധികം കരിയിലൊന്ന് വാടി കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ എടുത്തിട്ടൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ പിന്നെ അതുപോലെ ഇല എടുത്തപ്പോൾ തന്നെ 2 ഇലയാണ് എടുത്തിട്ടുള്ളത്. 2 ഇല ഒന്നൊന്നായിട്ട് മുകളിലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കീറി പോവാതിരിക്കും. പിന്നെ അടിയിൽ നിന്ന് കരിയാണ്ടും നല്ല ഇതിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ബീഫ് കിഴി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.